ഹായ്, ഇന്നെൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റാഗിപ്പൊടി കൊണ്ട് കുട്ടികൾക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇത്രയും റാഗിപ്പൊടി എടുത്തിട്ടുള്ളൂ. ഒരു 50 ഗ്രാം റാഗിപ്പൊടി ഉണ്ട്. ഈ റാഗിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കണം. അപ്പം നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം. അതിനുശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് നമ്മൾ മില്ലിൽ പൊടിച്ചതാണെങ്കിലും ഒരു ചവര് ഇതിനകത്തുണ്ടാകും. അപ്പോൾ ആ ഒട്ടും ചവരില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിൽ കലക്കിയിട്ട് അരിപ്പക്കകത്ത് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിടുക. അപ്പം നമ്മളത് അരിച്ചെടുത്ത് ഇനി അരിച്ചതിനകത്തായിട്ട് നമ്മൾ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞിടാം. അപ്പം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് ഇനി നമ്മളൊരു പച്ചമുളക് അരിഞ്ഞിട്ട് ഇത് നമ്മൾ മുതിർന്നവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു വലിയ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്ത്. കുട്ടികൾക്ക് മാത്രം കൊടുക്കാനാണെങ്കിൽ ഒരു ഇഞ്ചിയും പച്ചമുളകും ഇട്ടില്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമുക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് വേണമല്ലോ, അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ലേശം സബോളയും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞിടാം. അപ്പം നമുക്കൊരു കോഴിമുട്ടയും കൂടി ചേർക്കാം. ഈ കോഴിമുട്ട നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല പത പോലെ വരണം. പക്ഷെ അങ്ങനെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചാലേ നല്ല പത പോലെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പത പോലെയായി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. ലേശം ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പുല്ലുപൊടി കുറുക്കി കൊടുത്താൽ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി പച്ചമുളക് കുറച്ചിടുക, ഇഞ്ചിയും ഇടാതിരിക്കുക. അപ്പോൾ ആ എരിവ് ഉണ്ടാകാതിരിക്കും. മുതിർന്നവർക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, സബോള ഇതെല്ലാം ചേർത്ത് മുട്ടയൊക്കെ അടിച്ച് ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രുചിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ഇതൊന്ന് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഞാൻ വീണ്ടും വരും.